വെൽക്കം ടു ആയുസ് ഹെർബൽസ്. നമുക്ക് നല്ല കുലുന്ത് പേരയിൽ വെച്ചിട്ട് നല്ലൊരു ഹെയർ പാക്ക് തയ്യാറാക്കിയാലോ. നമ്മളുടെ നോർമലി നമ്മൾ സെയിൽ ചെയ്യുന്ന ഹെയർ പാക്കിലുണ്ട് കേട്ടോ പേരയില നമ്മുടെ മുടി ഗ്രോത്തിന് നന്നായി സപ്പോർട്ട് ചെയ്യും. നല്ല ഇളം പേരയിലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കുഞ്ഞു പാത്രം വെച്ചിട്ടുണ്ട്. അതിലോട്ടൊരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നെപ്പോലെ ഇങ്ങനെ കരിച്ച് പുകച്ച് വെള്ളം ഒഴിക്കണം എന്നില്ല, നോർമലായിട്ട് അങ്ങോട്ട് തിളപ്പിച്ചോളൂ. പാത്രം ഒന്നും വല്ലാതെ ചൂടായിപ്പോയി. അപ്പോൾ വെള്ളം നന്നായി തിളയ്ക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ പേരയില കുഞ്ഞതായി കീറിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ നന്നായി സപ്പോർട്ട് ചെയ്യും. അതിനുശേഷം നമ്മളുടെ നല്ല 2 സ്പൂൺ തേയിലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന AVT തേയിലപ്പൊടിയാണ്. അപ്പോൾ അത് തന്നെയാണ് നല്ലതെന്ന് വിശ്വസിച്ചിട്ട് ഞാൻ അങ്ങ് ഇടുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളുടെ ബേബി ഹെയർസിൻ്റെ ഗ്രോത്തിനും ഹെയർ ഫോളിനും തടയും. അപ്പോൾ അത് നന്നായി തിളച്ച് വരട്ടെ. പിന്നെ എനിക്ക് ഏറ്റവും നമ്മുടെ ഹെയർ പാക്കുകൾ ഇഷ്ടപ്പെട്ട നമ്മളുടെ സ്വന്തം കരിഞ്ചീരകം തന്നെയാണ് ആഡ് ചെയ്യുന്നത്. നമ്മളുടെ ഹെയർ ഗ്രോത്തിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് ഈ കരിഞ്ചീരകം. അപ്പോൾ ഇതങ്ങനെ നന്നായി തിളച്ച് വരട്ടെ. തിരി താഴ്ത്തി വെച്ച് നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് അത്യാവശ്യം എനിക്ക് നമ്മളുടെ ഹെയർ പാക്ക് എന്താ ഉപയോഗിച്ചിട്ട് വീഡിയോ ചെയ്യാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നും നമ്മളുടെ ഹെയർ പാക്ക് ഉപയോഗിക്കുന്നതല്ലേ നമ്മൾ ഉപയോഗിക്കണം. ഇത്രയും നാളത്തെ എൻ്റെ ഹെയർ ഗ്രോത്ത് തന്നെ നമ്മളുടെ ഹെയർ പാക്കായിരുന്നു. അപ്പോൾ അതിനിടയിൽ ഞാൻ ഒന്ന് ഫേസ് മാസ്ക് ഇട്ടു. നല്ലപോലെ ക്ഷീണമുണ്ട്, കണ്ണുകളൊക്കെ നല്ല ബ്ലാക്ക് കളറായിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഇപ്പോൾ 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നൊരു ഡ്യൂട്ടി എന്ന് പറയുന്നത് നൈറ്റ് ഒരു 11:30-12 മണിക്കാണ് തീരുന്നത്. അതിൻ്റെ ഒരു ക്ഷീണം എൻ്റെ മുഖത്ത് നന്നായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ അതൊക്കെ മാറാനാണ് ഈ ഫേസ് മാസ്ക് ഒക്കെ ഇടുന്നത്. എന്നിട്ടും അങ്ങോട്ട് കുറയുന്നില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ നമ്മൾ ഹെയർ പാക്കൊക്കെ അങ്ങ് ആയിട്ടുണ്ട്. ഹെയർ പാക്കായി നമ്മളിത് ഹെയർ പാക്ക് ഈ ഒരു ലെവലിൽ അങ്ങ് ഓഫ് ചെയ്ത് വെച്ചേക്കും. ഇത് കഴിഞ്ഞിട്ട് കൈ വെച്ച് നന്നായി അങ്ങ് ഞെരടുക. കൈ വെച്ച് നന്നായി ഞെരടിയിട്ട് അതിൽ ഫുള്ള് എല്ലാ ഇൻഗ്രീഡിയൻസും ആ വാട്ടറിൽ വരുന്ന പോലെ ഞെരടി അതിൽ വേസ്റ്റ് നമ്മൾ ഈ പറയുന്ന ഒരു ഫിൽറ്റർ വെച്ചിട്ട് നമ്മൾ സാധാരണ ചായരിപ്പിയോ അല്ലെങ്കിൽ ഒരു തുണിയിലോ വെച്ച് അരിച്ച് എടുക്കുക. എന്നിട്ട് ഹെയർ പാക്കിനായിട്ട് ഒരു ചായരിപ്പ് വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതിനുശേഷം ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്കിലുള്ള നമ്മളുടെ ഹെയറിൽ യൂസ് ചെയ്യാനുള്ള ഈ വാട്ടർ. ഇത് നമ്മളുടെ ഹെയറിൽ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അതിനിടയിൽ എൻ്റെ ഗാർഡനിലെ കുഞ്ഞു കാഴ്ചകളും കൂടെയാണ് കാണുന്നത്. അപ്പം അതോടുകൂടെ തന്നെ ഹെയർ പാക്ക് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഡേ 6 ആണല്ലോ ഇന്ന്. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായി തന്നെ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ്. നമ്മൾ തലയോട്ടിയിൽ വരുന്ന പോലെ വേണം പാക്കുകളോ അല്ലെങ്കിൽ ഇതുപോലത്തെ വാട്ടറോ എന്താണെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യാൻ. ആ ഒരു ടൈം നമ്മളുടെ ഹെയറിലേക്ക് നല്ല ബ്ലഡ് സർക്കുലേഷൻ വരും. നന്നായിട്ട് എല്ലാ ഭാഗത്തും വരുന്ന പോലെ തേച്ച് പിടിപ്പിക്കുക. ഇനി പിന്നെ നിങ്ങൾക്ക് നമ്മളുടെ റൊട്ടീന് ആണ് ഫോളോ ചെയ്യുന്നത്, നമ്മളുടെ നോർമൽ ഹെയർ കെയർ റൊട്ടീനാണ് ഫോളോ ചെയ്യണമെങ്കിൽ നിങ്ങൾ അത് തന്നെ ഫോളോ ചെയ്ത് പോവുക. ഓക്കെ, ആഴ്ചയിൽ അത് ചെയ്യണമെന്ന് മാത്രമേ നിർബന്ധമുള്ളൂ. അപ്പം ഞാൻ ഇട്ട ഫേസ് മാസ്കൊക്കെ എൻ്റെ ഈ കലാവിരുതൊക്കെ കഴിയുമ്പോഴേക്കും നന്നായി ഉണങ്ങി പിടിച്ചിട്ടുണ്ട് ഫേസിൽ. അപ്പം ഞാൻ അതൊരച്ച് കഴുകുകയാണ്. പിന്നെ നമ്മളുടെ പതിവ് സ്ഥലം, ഇതിൻ്റെ എന്താ പറയുക, വെള്ള സംഭരണിയില്ലേ, നമ്മളുടെ മഴവെള്ള സംഭരണിയാണ്. ഇതില്ലെങ്കിൽ ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടി പോയെന്നെ. അപ്പോൾ നമ്മളെല്ലാ ദിവസവും മഴയുള്ളതുകൊണ്ട് ഇഷ്ടം പോലെ വെള്ളമാണ്. അപ്പോൾ നന്നായിട്ട് ഹെയർ വാഷ് ചെയ്യുന്നുണ്ട്. ഹെയർ വാഷ് ചെയ്താൽ പോലും ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഓയിൽ അപ്ലൈ ചെയ്തിട്ടാണല്ലോ പാക്ക് ഇടുന്നത്. അപ്പോൾ അത് ഫുള്ളായിട്ട് പോവില്ല അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഷാമ്പു വാഷ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ നമ്മളുടെ ആയുസ് ഹെർബൽസിൻ്റെ ഷാമ്പു ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി അതൊരു പമ്പിങ് ബോട്ടിലാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ കുറച്ച് ഷാമ്പു മതി, വളരെ കുറച്ച് വെള്ളത്തിൽ നന്നായി കലക്കുക. നന്നായി കലക്കിയ ശേഷം മാത്രം തലയിൽ അപ്ലൈ ചെയ്യുക. അപ്പോഴേ അത് നമുക്ക് പതയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഷാമ്പു പതയില്ല. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അതൊന്ന് കലക്കിയ ശേഷം തലയിൽ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നമ്മളുടെ റൂട്ട്സിലേക്കൊക്കെ വരുന്ന പോലെ മുടി ഇഴകളിലൊക്കെ നന്നായിട്ട് തേച്ച് കഴുകി വൃത്തിയാക്കി എടുക്കുക. നമ്മളുടെ ഈ ഒരു പാക്ക് അല്ലാണ്ട് നമ്മൾ നോർമൽ റൊട്ടീൻ ചെയ്യുന്നവർ നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പോൾ നമ്മളുടെ ഹെയർ പാക്കും അല്ലാത്ത ദിവസങ്ങളിൽ ഒനിയൻ ജിഞ്ചർ യൂസ് ചെയ്ത് ഷാമ്പൂ വാഷും ചെയ്യുക. നിങ്ങളുടെ സൗകര്യം പോലെ ഏതാണെങ്കിലും ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും 2 മന്ത് നിങ്ങൾ കറക്റ്റായിട്ടാണ് ഫോളോ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു വിസിബിൾ റിസൾട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും അതെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോസ് ഇന്നലെ ഇടേണ്ടതായിരുന്നു, നമുക്ക് ഇന്നലെ ഇടാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ ഹെയർ വാഷ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഏകദേശം ഇതെല്ലാം കഴിഞ്ഞ് ഇനി മുടിയൊക്കെ ഉണക്കി മുടിയെല്ലാം ഉണങ്ങിയ ശേഷം നൈറ്റ് ലൈറ്റായിട്ട് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യും. ഇത് കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് എനിക്ക് കഴിക്കാനുള്ള കഞ്ഞിയാണ് കേട്ടോ. ഇന്ന് അതാണ് നമ്മളുടെ ഫുഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നല്ല പാൽക്കഞ്ഞിയാണ്. ഉലുവ അതുപോലെ തന്നെ പച്ചരി നാളികേരപ്പാൽ വെച്ചിട്ടുള്ള പാൽക്കഞ്ഞിയാണ് കുടിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള എൻ്റെ ഫുഡ്. ഇതിനിടയിൽ
വേറെ ഓരോരോ ഫുഡുകൾ നമ്മൾ ഇടയ്ക്ക് കഴിക്കുന്നുണ്ട്, മാതളം കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം എന്നില്ല, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്താണോ അത് ഫോളോ ചെയ്യുക. ഇത് നമ്മളുടെ 5Kയുടെ ജ്യൂസാണ്. അത് ഞാൻ 2 ഡേയ്സിൽ ഒരിക്കലാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മളുടെ ഒരു ദിവസത്തെ ഫുഡാണ്. അത്യാവശ്യം നല്ല വെജിറ്റബിൾസ് കുത്തിക്കയറ്റിയ വെജിറ്റബിൾ ബിരിയാണി. അതുപോലെ ആ ദിവസം നമ്മൾ വേറെ പ്രോട്ടീനൊന്നും കഴിച്ചില്ല. അപ്പോൾ എഗ്ഗ്, അപ്പോൾ എല്ലാവർക്കും ചേർത്ത്, ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ചേർത്തിയാണ് എഗ്ഗ് പുഴുങ്ങാനിടുന്നത്. പിന്നെ ഒരു മാതളം ജ്യൂസ് കുടിച്ചു, ഒരു ഗ്രേപ്പ് ജ്യൂസ് കുടിച്ചു, അങ്ങനെ ലൈം കുടിച്ചു, അത്യാവശ്യം നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഇപ്പോഴത്തെ നല്ല തിരക്കുള്ള ടൈമാണ്, പ്രോപ്പറായിട്ട് കെയർ ചെയ്യാൻ ശരിക്കും എന്നെക്കൊണ്ട് പറ്റില്ല. പക്ഷേ സിസ്റ്റർ നന്നായി സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നടന്നു പോകണം. പിന്നെ അതല്ലാതെ ഞാൻ കഴിച്ചു പറഞ്ഞാൽ ഏറ്റവും അടിപൊളി ഫുഡായ നാച്ചുറൽ കൊളാജൻ ബൂസ്റ്റർ എന്ന് തന്നെ വിളിക്കാം, മട്ടൻ്റെ സൂപ്പാണ് ഞാൻ കഴിച്ചത്. ഇതതുപോലെ നമ്മളുടെ ഉണക്ക ഡേറ്റ്സ് ഉണ്ടല്ലോ, കാരയ്ക്ക, അതാണ്. അപ്പോൾ അതും സിസ്റ്ററൊക്കെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഉള്ളതുകൊണ്ട് അവൾ വേഗം കറക്റ്റായിട്ട് കൊണ്ടുതരും. ഇപ്പോൾ ശ്രദ്ധിക്കട്ടെ, ഹെയറൊക്കെ കട്ട് ചെയ്തതല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഈ ഒരു 2 ദിവസത്തെ ഉണ്ടായ ഫുഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ നല്ല തിരക്കുള്ള ടൈമിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ വളരെ സന്തോഷത്തോടെ എൻ്റെ ഈ 2 ദിവസം നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ ബൈ ബൈ, താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്.